ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു പുതിയ ചാനലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബാങ്ക് നിഫ്റ്റി, അതായത് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് 21 ഓഗസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുത്ത 3 എൻട്രിയെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ രാവിലെ തന്നെ മാർക്കറ്റ് നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു നല്ലൊരു ഫോൾ വന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. ഇത് ബാങ്ക് നിഫ്റ്റി രാവിലെ തന്നെ 9:15 ഓപ്പണായി. ഓപ്പൺ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു, നല്ലൊരു ഫോൾ വന്നു. നല്ലൊരു ഫോൾ മീൻസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോൾ വന്നു. അത് കഴിഞ്ഞിട്ടൊന്ന് എയർ എടുത്തു, പിന്നെയും ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തു, പിന്നെ അത് ബ്രേക്കായി, പിന്നെയും അതൊന്ന് എയർ എടുത്തു, പിന്നെയും എന്ത് ചെയ്തു, ഒന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഓരോ ഫോളും നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോള് ഓക്കെ, ഈ ഫോള്, ഇതൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്തു. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഇന്ന് നമ്മുടെ 3 എൻട്രി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്, ഇതൊക്കെ ഓരോ ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഓരോ ട്രെൻഡ് ലൈനും വീണു. നമ്മുടെ ഇതായിരുന്നു ആദ്യത്തെ സപ്പോർട്ട്. ആ സപ്പോർട്ട് വന്നെടുത്തു. ഓക്കെ, മാർക്കറ്റ് എടുക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ഒന്ന് വീണു, ഇവിടെ നിന്ന് റിവേഴ്സായി, കറക്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്ന് മുട്ടി. ഇതിന്ന് മേലേക്ക് പോയാൽ നമ്മൾ ട്രാപ്പ് ആവും, താഴെ പീക്കായിട്ട് ട്രാപ്പ് ആവും. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് ആ ട്രെൻഡ് ലൈൻ വന്ന് അടിച്ച് എന്ത് ചെയ്തു, ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് അത് ബ്രേക്ക് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് ഫോളായി. അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയപ്പോഴാണ് നമ്മൾ ആദ്യത്തെ ഒരു ട്രേഡ് എടുത്തത്. ഏത് 50,500. ഈ ഒരു ട്രേഡ്, ഇത് കറക്റ്റ് നമ്മൾ ആ ഒരൊറ്റ ക്യാൻഡിലാണ് നമ്മൾ എൻട്രി എടുത്ത്. 97ലാണ് നമ്മൾ എൻട്രി എടുത്ത്, നമ്മൾ എക്സിറ്റ് അടിച്ച് 180. ഓക്കെ, ഈ ഒരു എൻട്രി ആയിരുന്നു അത്. അതായത് അതിൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്കിത് മറ്റേ ഈ തിയറിറ്റിക്കലി കോളേജിൽ പറയുന്ന പോലെ ഒന്നും പറയാറില്ല, ഞാൻ എൻ്റെ രീതിക്ക് പറഞ്ഞുതരാം, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ മാർക്കറ്റ് രാവിലെ തന്നെ നമുക്ക് മനസ്സിലായി അതൊരു ഫോളാണ്. അത് കഴിഞ്ഞ് ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഇത് ബ്രേക്ക് ചെയ്യുന്ന മേലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കണം, ട്രേഡ് എടുക്കരുത്. സോ അത് കറക്റ്റായിട്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ താഴോട്ട് തന്നെയാണ്. ഇന്ന് നമ്മൾ ഫുള്ള് ട്രേഡ്സ് എല്ലാം എടുത്തത്. അപ്പോൾ അത് നമ്മൾ മാർക്കറ്റ് താഴോട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റ് ഇവിടെ കൺസോൾട്ടേറ്റ് ആയപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, അതാണ് ഈ ക്യാൻഡിൽ നമ്മൾ എൻട്രി എടുത്തു 97. അവിടുന്ന് നമ്മുടെ ടാർഗറ്റ് 180 ആയിരുന്നു, 180. ഓക്കെ, അപ്പോൾ അത് ഈ സിംഗിൾ ക്യാൻഡിലായിരുന്നു, ഒരു ഷാർപ്പ് ഫോൾ ആയിരുന്നു, വീണു. നമ്മൾ ആ കറക്റ്റ് നമുക്ക് കിട്ടി 97-ന് അറൗണ്ട് അത് 100 പോയിൻറ്റ്സ് പോയിട്ടുണ്ട്. ഓക്കെ, 100 പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് ഫസ്റ്റ് ട്രേഡ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സിയിലൊരു നല്ലൊരു എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് സിയിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് സിയിൽ നമ്മൾ എടുത്തില്ല. നമുക്ക് താല്പര്യമില്ലാത്തതൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ കറക്റ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ട് അത് ടച്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി അടുത്ത് ഒന്ന് വീഴും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഒരു ഫോൾ ക്യാപ്ചർ ചെയ്തു. അതായത് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഇങ്ങനെ വന്നിട്ട്, അതായത് ഓരോ വീഴ്ചയിലും ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്യും വീഴും, മനസ്സിലായോ? അപ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വീണ് അടുത്തത് കയറി കറക്റ്റ് നമ്മുടെ ഈ ഒരു ലൈനിൽ ടച്ച് ചെയ്തിട്ട് താഴോട്ട് വന്നപ്പോൾ, അതായത് ഇവിടെയും നമ്മുടെ ഓരോ ലൈൻസ് ഉണ്ട്. ഓക്കെ, റെസിസ്റ്റൻസ് സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്തപ്പോൾ, അതായത് ഇതിൻ്റെ മേലെ പോകാണ്ട് ഇത് താഴോട്ട് ബ്രേക്ക് ആണ് കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു എൻട്രി എടുത്തു. ഓക്കെ, ആ എൻട്രി നമ്മൾ അതായത് ഈ ഒരു എൻട്രി കറക്റ്റ് നമ്മൾ ഇവിടെയായിരുന്നു. അതായത് ഈ ഒരു 5300 PE ആണ്. അത് ഇതിൻ്റെ മുന്നത്തെ വീഴ്ചയിൽ അറൗണ്ട് 97 വരെ പോയി. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് 20 വരെ എത്തി. ജലദോഷമാണ് കൈസ്, എന്ത് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൽ എൻട്രി എടുത്ത് 23-ൽ എൻട്രി എടുത്തു. അതായത് നമ്മൾ ഈ ഒരു ക്യാൻഡിലിൽ നമ്മൾ എൻട്രി എടുത്തു. ഓക്കെ, ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, കറക്റ്റ് ഈ ഒരു ഫോൾ ക്യാപ്ചർ ചെയ്തു. അതായത് 23-ന്ന് ഡയറക്റ്റ് നമ്മൾ
60. ഓക്കെ, 60 ആയിരുന്നു നമ്മുടെ ടാർഗറ്റ്. 60 നമ്മൾ ക്യാപ്ചർ ചെയ്തു. അടുത്തത് വീണ്ടും എന്താക്കി, മാർക്കറ്റ് ഒന്ന് എയർ എടുത്തു, കൺസോൾട്ടേറ്റ് ചെയ്തു, ഏരിയ ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, ഇതൊക്കെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരണം, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം. നമ്മുടെ ഒരു കൂട്ടുകാരൻ നമുക്ക് എങ്ങനെ പറഞ്ഞു ആ രീതിക്ക് ഞാൻ പറഞ്ഞുതരണം. സോ ഇവിടെ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തു. മേലോട്ടാണോ താഴോട്ടാണോ അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യണ് ആ രീതിക്ക് നമ്മൾ ഫ്ലോവിനനുസരിച്ച് പോകണം. നമ്മൾ നീന്തുമ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു പുഴൻ്റെ ഫ്ലോവിനനുസരിച്ചിട്ടല്ലോ പോകും. അതേപോലെ നമ്മൾ ഇതിൻ്റെ ഫ്ലോ അനുസരിച്ച് പോകണം. അതാണ് മാർക്കറ്റ്, മനസ്സിലായോ? അപ്പോൾ ഇതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് താഴോട്ടുള്ളൊരു ഫ്ലോ ആണ്. അപ്പോൾ ഞാൻ താഴോട്ടുള്ളൊരു ഫ്ലോ പിടിച്ചു. ഓക്കെ, പിന്നെ അത് മേലോട്ടാണെങ്കിലും നമ്മൾ എടുക്കാൻ തയ്യാറല്ല. അപ്പോൾ ആ രീതിക്ക്. അപ്പോൾ വീണ്ടും അതെന്ത് ചെയ്തു, ഒന്ന് എയർ എടുത്തിട്ട് താഴോട്ട് വന്നൊന്ന് കൺസോൾട്ടേറ്റ് ആയി. ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത എന്തെടുക്കും, എൻട്രി എടുക്കുന്നത് തീരുമാനിച്ചു. സോ ആ ഒരു എൻട്രി ആയിരുന്നു ഈ 5300 ഈ ഒരു എൻട്രി. ഓക്കെ, അതായത് ഈ ഒരു 50-ലായിരുന്നു നമ്മൾ ആ എൻട്രി എടുത്തത്. കറക്റ്റ് അത് നോക്കിയാൽ മനസ്സിലാവും. കണ്ടോ, ആ സിംഗിൾ ക്യാൻഡിലാണ്. ആ സിംഗിൾ ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്തു, 50-ൽ എൻട്രി എടുത്തു. ഡയറക്റ്റ് നമ്മുടെ ടാർഗറ്റ് 98 ആയിരുന്നു. 100 ആണ് ടാർഗറ്റ്. പക്ഷേ ഞാൻ മാനുവലി എക്സിറ്റ് ആയാണ് 98-ൽ എക്സിറ്റ് ആയി. സോ അതൊരു 144 വരെ പോയി. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ 3 എൻട്രി. ഓക്കെ, പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം മാർക്കറ്റിൽ എങ്ങോട്ട് പോകണു, താഴോട്ടോ മേലോട്ടോ എന്ന് നോക്കിയിരിക്കണം. എല്ലാവരും പറയും മാർക്കറ്റ് സിമ്പിളാണ്, 100 തരാം, 200 തരാം, 500 തരാം, 1000 തരാം, 1000 തരും, ഇതൊന്നും തരാൻ പറ്റില്ല, അതൊക്കെ വെറുതെയാണ്. നമ്മൾ ഇരിക്കണം, സ്പെൻഡ് ചെയ്യണം. ലൈവ് മാർക്കറ്റിൽ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഇന്നിരുന്ന് നാളെ തന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ കഷ്ടപ്പെടണം. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, അത് കൺഫേമാണ്. ഞാനിപ്പോൾ അറൗണ്ട് ഒരു 5 വർഷമായി. സ്വന്തമായിട്ട് പഠിച്ച കാര്യങ്ങളാണ്, സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റേ കോഴ്സിന് പോയ ആൾക്കാർ പറയുന്ന രീതിക്കൊന്നും എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരും, അതായത് എൻ്റെ രീതിക്ക് ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നോർമൽ ആൾക്കാർക്ക് അത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇന്നിപ്പോൾ ലൈവ് ആയിട്ട് റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ആയിരുന്നു, പക്ഷേ റെക്കോർഡ് നടന്നില്ല. എന്താ വെച്ചാൽ ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യാണ് ഞാൻ ഏത് സ്ക്രീനിൽ. അപ്പോൾ അത് ഡിലീറ്റായി പോയി. സോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഇത് ഇങ്ങനെ റെക്കോർഡാക്കി. ഓക്കെ, കേട്ടോ. അപ്പോൾ ഇങ്ങനെ റെക്കോർഡാക്കി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന്, 100 എന്ന 200 തരുന്ന ആൾക്കാർ ആ കുഴിയിലൊന്നും പോയി വീഴരുത്. നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊരു സെറ്റപ്പ് പഠിക്കണം മാർക്കറ്റിൽ. നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് പണി നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കയ്യിലാണ് പണിയുള്ളത്. മനസ്സിലായോ? ഇതിപ്പോൾ നോക്കിക്കോ, ലൈവ് മാർക്കറ്റാണ്. ഇതിപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, ഈ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ബ്രേക്കാവും. ബ്രേക്കായ അടുത്തത് ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ സപ്പോർട്ടാണ്. ഓരോ സപ്പോർട്ട് വരും, ഇവിടെ വരും. ഇത് ബ്രേക്ക് ചെയ്ത കറക്റ്റ് നമുക്ക് ഇതുവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഡയറക്റ്റ് നല്ലൊരു ഫോൾ ആയതുകൊണ്ട്, മാർക്കറ്റിൽ നല്ലൊരു ഫോൾ ആയതുകൊണ്ട് നമുക്ക് ഇതുവരെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൻ്റെ കാര്യങ്ങൾ വരുന്നത്. നമ്മൾ ഇതിരുന്ന് ലൈവ് മാർക്കറ്റിലിരുന്ന് പഠിക്കണം. ഓക്കെ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോ വീഡിയോ എൻ്റെ അങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെയാണ് ചെയ്യണം. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്ന് വിചാരിക്കണം. ഞാൻ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ 3 എൻട്രി ആയിരുന്നു. അറൗണ്ട് ഒരു 22,000 എത്ര 543. അപ്പോൾ 22,500 ഇന്നത്തെ PNL ആണ്. സോ 3 എൻട്രി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. ഞാൻ പൊതുവേ ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് എടുക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ ചാൻസ് കിട്ടിയപ്പോൾ 3 ട്രേഡ് എടുത്തു. ഇതിപ്പോൾ ഇവിടെ ഒരു ചാൻസ് ക്രിയേറ്റ് ആയി വരുന്നുണ്ട്, പക്ഷേ ഞാൻ എടുക്കില്ല, എനിക്ക് വേണ്ട. എന്താ വെച്ചാൽ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു രീതിയുണ്ട്, അത് ഫോളോ ചെയ്ത് പോകുന്ന ആളാണ്. സോ അതങ്ങനെ ആയാൽ മാത്രമാണ് മാർക്കറ്റിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രേഡിങ് പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പഠിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, പഠിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലത്. എന്താ വെച്ചാൽ പഠിക്കാണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത ആൾക്കാരുടെ പൈസയൊക്കെ കിട്ടുന്നത് പഠിച്ച ആൾക്കാർക്കാണ്. ഓക്കെ, അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുക, ലൈവ് മാർക്കറ്റിലിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ സിമ്പിളായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാൻ നോക്കാം. ലൈക്ക് ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക എന്നുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ. സോ അതിനുവേണ്ടി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ.
സോ ഇനിയിപ്പോൾ എന്ത് മാർക്കറ്റ് ഇനിയിപ്പോൾ മേലോട്ട് പോയാലും താഴോട്ട് വന്നാലും നമുക്കൊരു മൈരുമില്ല, നമ്മൾ ട്രേഡ് എടുക്കാൻ പോണില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. സോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓക്കെ ബൈ. അടുത്ത നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ബൈ.